ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ ഡിസംബർ മാസം 1 തീയതി ഈ ഞായറാഴ്ച ഈ പ്രഭാതത്തിൽ പ്രഭാത മന്നയിലേക്ക് ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മാസം എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ഇതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ നുണയൻ. ഏറ്റവും വലിയ നുണയൻ. ആ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 1 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് നുണയൻ എന്ന്. അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ: യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലം ഏറിയത് ആയിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിരുനാളിൽ നിങ്ങൾ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഇന്നും യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എവിടെയാണ്? സ്തോത്രം. നമുക്കറിയാം, ഏറ്റവും വലിയ നുണയൻ ആരാണ്? അതെ, ഹവ്വായെ ഉപായത്താൽ ചതിച്ച, അഥവാ ദൈവകൽപ്പനയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹവ്വായെ ഉപായത്താൽ ചതിച്ച സാത്താൻ, പഴയ പാമ്പാകുന്ന സാത്താനാണ് ആര്? ഏറ്റവും വലിയ നുണയൻ. എന്നും ആ ഉപായിയായ സാത്താൻ അതെ പാപം ചെയ്യിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ പുറകെ നടക്കുന്നു. ഇന്നും അനേക യുവാക്കൾ എന്തുകൊണ്ടാണ് തിന്മ ഇഷ്ടപ്പെടുന്ന? സ്തോത്രം. ഈ സാത്താന്റെ വലയത്തിൽ അവർ അകപ്പെട്ടത് കൊണ്ട്. സ്തോത്രം. അതേ, ഒന്നാം മാതാപിതാക്കളായ ആദാമും ഹവ്വായും അതേ സാത്താനെ അനുസരിച്ചത് മുഖാന്തരം, ദൈവകൽപ്പന ലംഘിച്ച് സാത്താൻ പറഞ്ഞു കേട്ട് സാത്താനെ അനുസരിച്ചത് മുഖാന്തരം ആ തലമുറകള് എന്തായി തീർന്നു? അതേ, പാപത്തിന്റെ അടിമകളായി തീരുവാൻ ഇടയായി തീർന്നു. ശാപത്തിന്റെ അടിമകളായി തീരുവാൻ ഇടയായി തീർന്നു. അഥവാ സാത്താന്റെ അടിമകളായി തീർന്ന് സത്യദൈവത്തിൽ നിന്നും ദൂരെ അകന്നു പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഈ അകന്നുപോയ മനുഷ്യരെ നോക്കിക്കൊണ്ട് യഹോവയായ ദൈവം ചോദിക്കുകയാണ്, നീ എവിടെയാകുന്നു എന്ന്. സ്തോത്രം. ആമേൻ. എത്ര
പാപത്തിന്റെ അവസ്ഥയിൽ ആയിരുന്നാലും സ്തോത്രം, ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും ആ പാപത്തെ വിട്ട് അത് ദൈവത്തിങ്കിലേക്ക് നോക്കി, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കി അമ്മ കടന്നു വരികയാണെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനോട് പാപങ്ങള് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായാലും അതേ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ തന്റെ രക്തത്താല് ആ പാപക്കറയെ കഴുകി ഹിമം പോലെ വെളുപ്പിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. വചനം പറയുന്നു, യേശുവിന്റെ രക്തം അതേ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. സ്തോത്രം. യോഹന്നാൻ 8-ാം അധ്യായം 44-ാം വാക്യം, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകൻ ആയിരുന്നു. അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതും ഇല്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. ആരാണ് ഈ സാത്താൻ? എന്ത് പറയുന്നു? ഫോഷ്ക് പറയുന്നു. സ്തോത്രം. അപ്പോൾ ഫോഷ്കിൽ ഇഷ്ടപ്പെടുന്നവര് അഥവാ പാപത്തിൽ ഇഷ്ടപ്പെടുന്നവര് ആരുടെ മക്കളാണ്? സാത്താന്റെ മക്കൾ ആകുന്നു. എന്നാൽ ആമേ സ്തോത്രം, സാത്താന്റെ ആ അടിമയിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരുന്നു, എന്നാൽ വേഷത്തിൽ മനുഷ്യനായി അതെ മനുഷ്യ അവതാരമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നത് അതേ ദൈവത്തിങ്കിൽ നിന്നും അകന്നുപോയ മനുഷ്യരെ വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പോലെ ഒരുവനായി വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നത്. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ. ആമേ സ്തോത്രം. ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകൾ ആയിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. അതെ, മരണഭീതിയാൽ അടിമകൾ, സാത്താന്റെ അടിമകൾ ആയിരുന്നവരൊക്കെയും എന്തു ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു തന്റെ കാൽവരി ക്രൂശില് ആ യാഗത്തിൽ ആമേ സ്തോത്രം അവർ വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ കാൽവരി ക്രൂശിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ, അഥവാ യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ ആമേ സ്തോത്രം വിശ്വസിച്ച് അവർ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണെങ്കിൽ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. അങ്ങനെയെങ്കിലും സാത്താന്റെ മക്കൾ എന്നുള്ള പദവി അത് മാറിയിട്ട് സ്തോത്രം ആമേ യേശു ക്രിസ്തുവിന്റെ മക്കൾ അഥവാ സത്യ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആ വലിയ പദവി ലഭിക്കുവാൻ വേണ്ടി അതേ സ്തോത്രം എന്ത് ചെയ്യണം? നാം ആമേ സ്തോത്രം പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതേ സ്തോത്രം ആമേൻ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് നാം നടക്കുമ്പോൾ ദൈവമകനായി ദൈവമകളായി വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ ഇടയായിത്തീരും. അതിനായിട്ട് എൻ്റെ കേൾവിക്കാരായ ഏവരെയും സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേ സ്തോത്രം. ഇന്ന് ആരെങ്കിലും അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ജന്മനാൾ ഓർക്കുന്നവരെയൊക്കെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് കർത്താവേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാത്താന്റെ വലയത്തിൽ നിന്ന് കർത്താവേ അവരെ വിടുവിച്ച് സത്യ ഏകദൈവമായ കർത്താവ് യേശുവിലേക്ക് അവരെ കർത്താവ് കടന്നു വരുവാൻ സ്വർഗം സഹായിക്കണം. അതിനായിട്ട് പരിശുദ്ധാത്മാവ് ദൈവം സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ജന്മനാൾ ഓർക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം
ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഈ പകൽക്കാലം ഏവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.